ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അങ്ങനെ നോമ്പ് ഇന്ന് 7 ഏഴാമത്തെ നോമ്പ് മുറിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. എപ്പോഴാണ് നിങ്ങളെ മുമ്പ് എത്തുക എന്നൊന്നും പറയാൻ പറ്റൂല. ചെറിയ ചെറിയ നെറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണിത് കൃത്യസമയത്തിനാകാത്തത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരെയും നോമ്പൊക്കെ? സൂപ്പറായിട്ട് പോണില്ലേ? ചൂടും എല്ലാം കൂടി ആയിട്ട് നല്ല ചൂടുണ്ട്. അത്യാവശ്യം നല്ല ചൂടും എല്ലാം ഉണ്ട് അല്ലേ? എന്നാലും നമ്മൾ വരുമ്പോൾ വിചാരിക്കും, റബ്ബേ എങ്ങനത്തെ ഈ ചൂടത്തെ എന്താ നമ്മൾ ചെയ്യാന്ന്. എന്നാലും നമുക്ക് ഈ റമദാൻ മാസത്തിന് എന്തോ ഒരു ബർക്കത്താണ് അല്ലേ? നമ്മൾ അല്ലാത്ത സമയത്ത് വാങ്ങാത്ത സാധനങ്ങളും പിന്നെ വെക്കണതും വിളമ്പണതും എല്ലാം നമുക്ക് ഒരു ബർക്കത്താണല്ലോ. എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചുമ്പോഴത്തേന് നമ്മളെ മുമ്പിൽ എത്തിക്കും. അതൊക്കെ നമ്മളെ നോമ്പിൻ്റെ ഒരു ബർക്കത്ത് തന്നെയാണ്. ഫ്രൂട്ട്സൊക്കെ നമ്മൾ വിചാരിച്ചാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കില്ലേ? അപ്പം അതാണ് നോമ്പിൻ്റെ ഓരോരോ ബർക്കത്തുകൾ. അപ്പം ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് തരാൻ മറക്കണ്ട, കമൻറ്റ് വിട്ടുകൊണ്ടു. അപ്പം അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് വെച്ചങ്ങാണ്ടേ ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അത് പല വിധത്തിൽ ഉണ്ടാക്കാം. ഇത് ഞാനിങ്ങനെ പാലും കസ്റ്റാർഡ് പൗഡറും ഒക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇതാക്കി അരി എന്നാണ് പറയുന്നത്. പിന്നെ അരിഞ്ഞ് വെച്ച ഈ ഫ്രൂട്ട്സുകൾ ഇതെല്ലാം കുറേ സാധനങ്ങളുണ്ട്. മാങ്ങ ഉണ്ട്, പിന്നെ എന്താണ് മുന്തിരി ഉണ്ട്, തണ്ണിമത്തന്, പഴം, പിന്നെ ഈത്തപ്പഴം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിങ്ങാണ്ടേ കുറച്ച് സമയം മിക്സ് ചെയ്ത് പിന്നെ നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഇങ്ങനെ കൂട്ടി വെച്ചങ്ങാണ്ട് നമ്മൾ ബ്രെഡ് ഇട്ടുങ്ങാണ്ട് ചെറുതാക്കി അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഇത് ഒഴിച്ചു കൊടുക്കുക, വീണ്ടും നമ്മൾ ബ്രെഡ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഇത് ഒഴിച്ച് അങ്ങനെ കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. അടിപൊളിയാണ്. അത് ഇനി നമുക്കൊരു വീഡിയോ ഇടണം ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ പടക്കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നൂഹക്കുട്ടിന്ന് ഇതിലേക്ക് നമ്മൾ സാധാ ഐസ്ക്രീം ഉണ്ടല്ലോ, ആ ഐസ്ക്രീമിന് ഞാൻ പറഞ്ഞയച്ചതാണ്. ഐസ്ക്രീം നല്ല ഫ്രഷ് ഐസ്ക്രീം കൊടുങ്ങാണ്ട് ഇതിലേക്ക് ഇട്ടാലേ ഇതിൻ്റെ ടേസ്റ്റ് ചില്ലറയൊന്നും അല്ല കേട്ടോ. പക്ഷെ അത് കിട്ടിയില്ല, മക്കളാ പോയത്. ഓല് പോയാണ്ട് ഈ ഐസാ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചോക്കോബാർ. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും ഓൽക്ക് തിന്നാൻ കൊടുത്തു, ഒന്ന് ഞാൻ അതിൽ കിട്ടും. ഇത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വെറുതെയാണ്, ഇതുകൊണ്ട് കാര്യമില്ല. മറ്റേ ഐസ്ക്രീമേനു ഇടണ്ടീനെ. അങ്ങനെ ഇട്ടിക്കാണ്. അപ്പോൾ നമ്മളെ നൂഹക്കുട്ടിക്ക് നോമ്പേനും നോമ്പ് പിടിച്ച് പിന്നെ ഉച്ചയാകോളം കടന്നുറങ്ങിക്കണം. ഒരു മണി വരെ. രാവിലെ അത്താഴത്തിന് നീച്ച് ചോറൊക്കെ തിന്ന് പിന്നെ ഞാനവിടെ പിന്നെ നിസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞ് 6 മണിയൊക്കെ ആയി. അപ്പം ഞാനവിടെ കയറി കടന്നുറങ്ങി. അപ്പോഴൊക്കെ പടം വരയ്ക്കേനു കേട്ടോ. പടം വരച്ച് ഒരു നോട്ട് പുസ്തകം മൊത്തം കഴിഞ്ഞിരിക്കണം. എന്നിട്ട് പിന്നെ ഞാനും നീച്ചുന്ന സമയത്ത് അവിടെ കയറി കടന്നുറങ്ങിയിരിക്കുകയാണ്. പിന്നെ നീച്ചത് 1 മണി ആയിക്കണം കേട്ടോ. അങ്ങനെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ച് ഒരു 5 മണി വരെ എങ്ങനെയൊക്കെയോ നടന്നു. 5 മണി വരെ ചിലപ്പോൾ വെള്ളത്തിന് ദാഹിച്ചിട്ട് നിൽക്കാൻ വെച്ചാൽ ഞാൻ തുള്ളി വെള്ളം കുടിച്ചിട്ട് പിന്നെയും ഞാൻ കുടിച്ചോളമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഒരു തുള്ളിയും കുടിച്ചാൻ പറ്റൂല. ഇപ്പോൾ എന്താ വായിക്ക് അങ്ങോട്ട് എത്തുന്നത് വെച്ചെങ്കിൽ നമ്മൾ നോമ്പ് മുറിയും. അപ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളൂ, ഞാൻ അതുവരെ എടുക്കാന്നൊക്കെ പറഞ്ഞ് കുറേ എടുത്തു നോക്കി. സംഭവം സമൂസ കണ്ട
അതേപോലെ തണ്ണിമത്തൻ കണ്ട ഇതൊക്കെ നമുക്ക് വല്ലാതെ ചുണ്ടിന് പിന്നെ ഇത് വരുന്ന സംഭവങ്ങളാണ്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട നേരത്ത് പിന്നെ നിൽക്കൂല. പിന്നെ കരച്ചിൽ തുടങ്ങിയപ്പോൾ വെള്ളം കുടിച്ചട്ടമ്മ ഞാൻ തുള്ളി വെള്ളം കുടിച്ചട്ടേനോ ഞാൻ പിന്നെ കുടിച്ചോട്ടെ എഴുതി. 5 മണിക്കാണ് മുറിച്ചണതേ. അങ്ങനെ ഊർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നോമ്പും കുടിച്ചാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കരുതിയിട്ടാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. കുഴപ്പമൊന്നുമില്ല, കുട്ടികളല്ലേ, 8 വയസ്സാകണല്ലേ ഉള്ളൂ, ഇനിയൊന്നും ഉൾക്കാലോ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് നമ്മളെ കുഞ്ഞുമ്മ മരിച്ചു പറഞ്ഞില്ലേ, കഴിഞ്ഞ നോമ്പ് 1-നാണ് മരിച്ചത്. അതിൻ്റെ 7 നമ്മൾ ഈ ദൂരക്കാരായതുകൊണ്ടേ സ്കൂളിൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പോന്നിക്കാണ്. അപ്പോൾ ഞങ്ങൾ കൂടിയിട്ടില്ല. ഞാൻ പിന്നെ ഇവിടുന്ന് യാസീനോദിയൊക്കെ ദുആയിരുന്നു കേട്ടോ. അതിനൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിക്കണ്. അപ്പോൾ പിന്നെ ഇന്ന് തണ്ണിമത്തനെ കൊണ്ട് തന്നെയാണ് കേട്ടോ ജ്യൂസ് അടിച്ചണത്. ഇന്ന് തണ്ണിമത്തൻ്റെ ഒരു ദിവസമാണ്. അപ്പം അങ്ങനെ തണ്ണിമത്തനെ കൊണ്ട് നമുക്ക് ജ്യൂസും അടിച്ചാൽ അങ്ങനെ ജ്യൂസ് അടിച്ചാൽ വേണ്ടിയാണ്ട് ഇതൊന്ന് ചെറുതാക്കി അരിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതും കൂടി ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പഴംപൊരി വാഴക്ക കൊണ്ട് വാഴക്കപ്പം ഉണ്ടാക്കൂലേ, അതും കുറച്ചുണ്ടാക്കിയിരിക്കണം. ഇതും അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചാൽ കണ്ട് കഴിയണതിൻ്റെ മുമ്പ് തന്നെ ലൈക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ പിന്നെ മറന്നു പോകും. അപ്പോൾ ലൈക്കൊക്കെ തരിക കേട്ടോ. ഇപ്പോൾ വീഡിയോസിന് വ്യൂസ് തന്നെ അല്ല, എന്താണെന്നറിയില്ല, ഞാൻ എപ്പോഴേലൊക്കെ ഇട്ടിട്ടാൽ എന്താണെന്നറിയില്ല, വ്യൂസൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളൊക്കെ വരും, അപ്പോൾ ആണ് ഇടാതെ ആവും. അങ്ങനെ ആയി വ്യൂസൊക്കെ കുറവാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുമ്പോഴല്ലേ നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് നോമ്പ് കുറിച്ചാനുള്ള സമയമായിക്കണ്. നമ്മളിതൊക്കെ ഗ്ലാസ്സിൽ കൂടെ ഒഴിച്ച് വെക്കട്ടെ. കുട്ടിക്കാണെങ്കിൽ ഇത് കൊണ്ടുപോയി വെക്കണ സമയമാകുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഞാൻ കൊണ്ടുപോയേക്കാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ എല്ലാം. അപ്പോൾ ഇവളാണ് കൊണ്ടുപോയി വെക്കൽ ആരത്തി. അപ്പോൾ അത് ഞാനിങ്ങനെ ഓരോന്ന് ഗ്ലാസ്സൊക്കെ ആക്കി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സൊക്കെ ആക്കിയിട്ട് കുറച്ച് ബാക്കിയുണ്ട്, അത് നമുക്ക് അവിടെ എടുത്തേക്കാം. എല്ലാം കൂടിയൊന്നും എടുക്കണില്ല. അപ്പം ഇന്നത്തെ ഞങ്ങളെ റമളാൻ സ്പെഷ്യൽ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇന്നത്തെ വീഡിയോ ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടാറ്റ.